നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പ്രപഞ്ചശക്തി എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം സങ്കടങ്ങൾ, നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ പല കാര്യങ്ങളിലും സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഇതിൽ നിന്നും എങ്ങനെ പുറത്തേക്ക് കടക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു രക്ഷ എങ്ങനെ നേടാമെന്ന് ചിന്തിച്ച് കരഞ്ഞിട്ടുള്ള ഒരുപാട് രാത്രികൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പടുത്തുയർത്തിയ അല്ലെങ്കിൽ സഫലമാക്കിയെടുത്ത പല സ്വപ്നങ്ങളും പല ആഗ്രഹങ്ങളും ഒരു നിമിഷം കൊണ്ട് നിങ്ങളുടെ കൺമുന്നിൽ തകർന്നു വീണ ഒരു അവസ്ഥ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ, നിങ്ങളുടെ പ്രണയബന്ധത്തിൽ, അതേപോലെ തന്നെ ജോലി, ബിസിനസ് എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, കൂടാതെ നിങ്ങൾ അറിയാത്തതും ചെയ്യാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളിലും വഴി കേൾക്കേണ്ടി വന്നിട്ടുള്ള, അങ്ങനെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും വളരെയധികം സങ്കടങ്ങൾ, നഷ്ടങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള നിങ്ങളുടെ നേട്ടങ്ങൾ, പ്രതീക്ഷകൾ, ആഗ്രഹങ്ങളൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമായിട്ടുള്ള പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോഴും ജീവിതത്തിൽ എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങളിൽ പല ആളുകൾക്കും ഇല്ല എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ ഒരു തരത്തിലും സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ, എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ, അല്ലെങ്കിൽ എന്നാണ് ഇതിൽ നിന്ന് എനിക്കൊരു മോചനം ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോവാൻ സാധിക്കുമെന്ന്, നിങ്ങളുടെ നെഞ്ചു തകർന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കുന്നതാണ്. എല്ലാം കൊണ്ടും പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പ്രപഞ്ചം നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. കൂടാതെ പുതിയ സംരംഭങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളിൽ പല ആളുകളും തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ആ ഒരു സംരംഭത്തിൽ പുരോഗതി ഉണ്ടാവുന്നുണ്ടോ എന്ന് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങളുടെ ആ ഒരു എനർജി മുന്നോട്ടുള്ള നിങ്ങളുടെ വളർച്ചയ്ക്ക് തീർച്ചയായിട്ടും സഹായകമാവുന്നതാണ്. ഇവിടെ പ്രപഞ്ചശക്തിയിലുള്ള നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതുവരെയും നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത, വളരെ ആവേശകരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സാഹസിക യാത്രയിലേക്ക് പലരും പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിന് ഒരു പുതു വെളിച്ചം ഉണ്ടാവുന്നുണ്ട്. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന് മൊത്തത്തിലൊരു പ്രകാശം വന്നു ചേരുന്നുണ്ട്. അതേപോലെ തന്നെ ആത്മവിശ്വാസം നിങ്ങളിലേക്ക് കൂടുതലായിട്ട് കടന്നു വരുന്നതായിട്ടും കാണുന്നുണ്ട്. കൂടാതെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വിട്ടുകളഞ്ഞ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയ ചില കാര്യങ്ങൾക്ക് ഒരു വ്യക്തത കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കുമിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അവിടെ നിങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്തുന്നതിന് പകരം ആ ഒരു പ്രശ്നത്തെ പരസ്പരം സംസാരിച്ച് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം, പ്രശംസ ഇവയൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് വളരെയധികം സ്നേഹം വന്നു ചേരുന്നുണ്ട്. നിങ്ങളിൽ പല ആളുകൾക്കും ഒരു നീതി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നീതി ലഭിക്കും എന്നതിൻ്റെ ഒരു പോസിറ്റീവ് സൂചന തന്നെയാണ് കാണുന്നത്. നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള നല്ല കർമ്മങ്ങളുടെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ വളരെയധികം വിജയം നിങ്ങൾക്ക് വന്ന് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും പല വിധത്തിലുള്ള വെല്ലുവിളികൾ വന്ന് ചേർന്നേക്കാം. പക്ഷേ അതിനെയൊക്കെ പൂർവാധികം ശക്തിയോടെ തന്നെ നിങ്ങൾക്ക് അതിജീവിക്കാനും സാധിക്കുന്നതാണ്. നിങ്ങൾക്കൊരു വിജയം തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കുന്ന ആളുകളാണ്. കൂടാതെ ഏതൊരു കാര്യത്തിന് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അവിടെ നിങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. നിങ്ങൾക്കെന്ത് തോന്നുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത്.
ഒരിക്കലും മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ എന്ത് പറയുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കാറില്ല. നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് തന്നെയാണ് മുൻഗണനയും പ്രാധാന്യവും നൽകുന്നത് എന്നാണ് കാണുന്നത്. ഇവിടെ നിങ്ങളിൽ പല ആളുകളും നിങ്ങൾ നേരിടുന്ന പല വിധത്തിലുള്ള ആശങ്കകൾ മറക്കാനും അതേപോലെ തന്നെ സന്തോഷം അനുഭവിക്കാനുമൊക്കെയായിട്ട് കുടുംബവുമായും സുഹൃത്തുക്കളുമായിട്ടൊക്കെ സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ട് അല്ലെങ്കിൽ തയ്യാറാവുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും സ്വയം ചിന്തിക്കാൻ തുടങ്ങുന്നതാണ് എന്ന് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ശരിക്കും ആരാണ്, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ മൂല്യങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഒറ്റയ്ക്കിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങളിൽ കുറേയധികം ആളുകളും വളരെ ആഴത്തിലുള്ള വേദനയിലൂടെയും നിരാശയിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത്. മറ്റുള്ളവരുടെ വേദനിപ്പിക്കുന്ന വാക്കുകൾ, അവരുടെ മോശം പ്രവൃത്തികൾ, ഇവയൊക്കെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളെ, സാഹചര്യങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ വിട്ടുകളഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോവേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. ഇവിടെ വേദനയും ദുഃഖങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. വേദനകളില്ലാതെ ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് വന്നു ചേരുന്ന ഓരോ സങ്കടകരമായിട്ടുള്ള സാഹചര്യങ്ങളും നിങ്ങളെ കൂടുതൽ ശക്തരാക്കാനും പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കാനുമൊക്കെ സഹായകമാവുന്നതാണ്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലേക്ക് മാറ്റങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ദൈവാനുഗ്രഹത്താൽ പല നേട്ടങ്ങളും പല വിജയങ്ങളും നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം, മനസ്സമാധാനം ഇവയൊക്കെ വന്നു ചേരുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ബന്ധങ്ങൾ കുറച്ചുകൂടി ദൃഢമാവും എന്നുള്ളത് കാണുന്നുണ്ട്. ഇപ്പോൾ കുടുംബവുമായിട്ടുള്ള ബന്ധം, ബന്ധുക്കളുമായിട്ടുള്ളത്, അതേപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ടൊക്കെയുള്ള ഒരു ബന്ധം കുറച്ചുകൂടി ദൃഢമാവും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ മുറുകെ പിടിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.